ഫൈനലി 2026 വന്ന് നമ്മളിപ്പോൾ ജനുവരി ഫസ്റ്റ് വീക്കിലാണ് ഉള്ളത്. ആൻഡ് ലെറ്റ് മീ ആസ്ക് യു സംതിങ്, ഇസ് ദർ എനി ചേഞ്ച് ഇൻ യുവർ ലൈഫ്? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പീപ്പിളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ, പുതിയ വർഷം ജനുവരി ഫസ്റ്റ് 12 മണി ആകുമ്പോൾ, ക്ലോക്കിൽ 12 മണി ഹിറ്റ് ആകുമ്പില്ലേ, അപ്പോൾ അവരുടെയൊക്കെ മൈൻഡിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ നടന്നിട്ട് ഓൾഡ് ഹാബിറ്റൊക്കെ ക്ലിയറായി പുതിയൊരു മനുഷ്യനായി മാറുമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ആൻഡ് അങ്ങനെയൊന്നും സംഭവിക്കില്ല. 2026 അല്ലെങ്കിൽ വേറെ പുതിയ വർഷമാകുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് വിൽ പവർ ഇൻക്രീസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡിസിപ്ലിൻ്റെ അളവ് ഇൻക്രീസ് ആയിട്ടൊന്നും വരില്ല. നമ്മൾ പണ്ടെങ്ങനെയാണോ, അല്ലെങ്കിൽ ഈവൻ കഴിഞ്ഞ വർഷം ഡിസംബർ 31 നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ഉണ്ടാകുക. ഈ വീഡിയോൻ്റെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് നന്നാവാനൊക്കെ നമ്മൾ പുതിയ മാസം അല്ലെങ്കിൽ പുതിയ ഡേറ്റ്, ദിവസം അതിനെയൊക്കെ ആശ്രയിക്കുന്നതാണെങ്കിൽ അതൊരു മണ്ടത്തരാണ് ആക്ച്വലി. തിങ്കളാഴ്ച മുതൽ നന്നാ, 1-ാം തീയതി ആയിട്ട് അടുത്ത മാസമോ പുതിയ വർഷമോ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് മാറ്റി വെക്കുക. ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി നോക്കുക, റിസർച്ച് ചെയ്യുകയാണെങ്കിൽ റിസർച്ച് ചെയ്യുക, ആക്ഷൻ എടുത്ത് തുടങ്ങുക, അത്ര തന്നെ. ഇപ്പം തന്നെ വേറെ ഒന്നുമില്ല. നാളെ ബിക്കോസ് ടുമോറോ ഈസ് നോട്ട് ഗോൺ ഹാപ്പൻ. ടുമോറോ ഇല്ല, നാളെ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ചെറിയൊരു വീഡിയോ ആണ് ഇത്, എപ്പോഴൊന്ന് മൈൻഡിൽ വെക്കുക. എന്നാൽ വലിയൊരു ഇമ്പാക്റ്റ് നമുക്ക് ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ശരിയാണ്, ഇതൊരു കോമൺ സെൻസ് ആണ്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിലും ഒരു റിമൈൻഡറായിട്ട് ഇത് കാണുക.